താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. കട്ടിലേക്ക് കിടത്തി പുതപ്പ് മൂടി പുറത്തേക്കിറങ്ങും വഴിയാണ് പിന്നെയും ഇടിവെട്ടിയത്. അതുപോലെ തിരിച്ചു ചെന്ന് കട്ടിലിന്റെ സൈഡിലേക്കിരുന്നു. ഒന്നാമതേ കറണ്ടില്ല. ഇടിവെട്ടി അങ്ങനെ എഴുന്നേറ്റ ആളടുത്തിലെ പെണ്ണ് പേടിക്കും. അപ്പു അവൾക്കരികിലേക്ക് ഇരുത്തിയതും അതറിഞ്ഞ പോലെ പെണ്ണ് ആ മടിയിലേക്ക് തലവെച്ചു. ഈ പെണ്ണ്! അവളെ വൃത്തിയായി മടിയിലേക്ക് കിടത്തി അപ്പു ചാരിയിരുന്നു. മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാകും അവനും എപ്പോഴും മയങ്ങിപ്പോയി. തുടരെയുള്ള കഥകിലെ കൊട്ടുകെട്ടാണ് അപ്പുവിന്റെ കണ്ണു തുറക്കുന്നത്. ഞെട്ടി എഴുന്നേറ്റതിന്റെ വെപ്രാളമാകുന്നതും അപ്പു ചുറ്റും ഒന്ന് നോക്കി. ഇരുന്നുറങ്ങിയ ഞാൻ എങ്ങനെയാ ഇങ്ങനെയായേ? നെഞ്ചിലേക്ക് കയറിക്കിടന്നവളെ താഴേക്ക് പിടിച്ചു കിടത്തിയവൻ എഴുന്നേറ്റു. സൈഡിലിരുന്ന ഫോണിൽ സന്തോഷിന്റെ പേര് മിന്നിമാഞ്ഞതും അപ്പു ചാടി എഴുന്നേറ്റു. കറണ്ട് വന്നെന്ന് തോന്നുന്നു. മയക്കം വിടാതെ തന്നെ പോയി കതക് തുറന്നു. എല്ലാവരും പകുതി ഉറക്കത്തിൽ തന്നെയാണ്. മഴയായ കാരണം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു മോനെ, അതാ താമസിച്ചേ. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി സന്തോഷം നെടുവീർപ്പെട്ടു. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ടേബിളിലേക്ക് നോക്കിക്കൊണ്ടുള്ള മായയുടെ ചോദ്യത്തിൽ അപ്പു ഒന്ന് കണ്ണുമിഴിച്ചു. ദൈവമേ, ആഹാരം കഴിച്ചില്ല, മറന്നുപോയി. അവനൊന്ന് തലയ്ക്ക് കൊട്ടി നിവന്നതും സന്തോഷ് നോക്കി പേടിപ്പിച്ചു. അപ്പു മായൊന്ന് ദയനീയമായി നോക്കി. കഴിച്ചില്ലല്ലേ? അവൻ തല കുനിച്ചു. അവൾക്ക് പിന്നെ ആഹാരം വേണ്ട. നീയോ അപ്പു? പാവം ദേഷ്യമായിരുന്നെങ്കിലും അതിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം അപ്പുവിന് നൽകിയ സന്തോഷം വളരെ വലുതായിരുന്നു. കറണ്ട് പോയപ്പോ അവൾ ഉറങ്ങി, ഞാനും. അതാ മായമേ പറ്റിപ്പോയേ. ഉവ്വ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശക്കുന്നുണ്ടോ നിനക്ക്? ഞാനിതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. വെച്ചോ മായമേ, എനിക്കൊന്നും വേണമെന്നില്ല. മായ പിന്നെയും എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പിറുപിറുത്തുകൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴും സന്തോഷിന്റെ കണ്ണുകൾ അപ്പോൾ തന്നെയായിരുന്നു. എന്താ അങ്കിൾ? മോള് പിണങ്ങിയാണോ ഉറങ്ങിയേ? അല്ലെങ്കിൽ അവള് ഹാപ്പിയാണ്. നീയോ അപ്പു? ഒരുപാട്. സന്തോഷിന്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് അപ്പു മനസ്സ് നിറഞ്ഞു ചിരിച്ചു. തലയൊന്നാട്ടി അയാൾ മുറിയിലേക്ക് നടക്കവേ അപ്പു അയാളെ പിൻവിളിയിലൂടെ പിടിച്ചു നിർത്തി. എന്താടാ? അത് ഒന്നുമില്ല. നാളെ നാളെ പറയാം. പറയാൻ തുടങ്ങിയത് പൂർത്തിയാക്കാൻ കഴിയാതെ അപ്പു ഒന്ന് വിറച്ചു. ആവട്ടെ. അവനെ നോക്കിയൊന്ന് കണ്ണിറിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ മുറിയിലേക്ക് കയറി. എന്താ ഏട്ടാ, എന്തു പറ്റി? ചിരിച്ച മുഖത്തോടെ ഉള്ളിലേക്ക് കയറി വന്ന് കട്ടിലേക്ക് ഇരിക്കുന്നവനെ നോക്കി മായ ചോദിച്ചു. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു തോന്നുന്നു. ഓ, അതിനാണല്ലേ മോളെയും കൂട്ടാതെ സന്തോഷേട്ടൻ പോയേ? പരാതിക്കൊപ്പം പരിഭവം ആവശ്യത്തിലധികം മുന്നിട്ട് നിന്നു. അത് വേറൊന്നും കൊണ്ടല്ലടൂ. പരസ്പരം അവര് തുറന്ന് സംസാരിക്കുന്നവരെ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്ക് ഉണ്ടാകില്ലെന്ന് തോന്നിയതുകൊണ്ടാ. നമ്മൾ ഇവിടെയുള്ളപ്പോ ഒരിക്കലും മിതു അവനോട് സംസാരിക്കില്ല. അതുകൊണ്ട് മാത്രം. ഇന്നലെ കൂടെ വിളിച്ചപ്പോ കുഞ്ഞോൾക്ക് ചോദിക്കാൻ ഇവർ രണ്ടുപേരുടെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുവിനിപ്പോ കല്യാണ സമയമാണെന്ന്. അവനാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും അമ്മൂന്ന് പറഞ്ഞാൽ നടപ്പ്. ഇവിടെ നമ്മുടെ മോളാണെങ്കിൽ ആർക്കും പിടികൊടുക്കാതെ വേറൊരു വഴിക്കും. ആലോചിച്ചപ്പോ ഇതാ ശരിയെന്ന് തോന്നി. സന്തോഷേട്ടൻ പറഞ്ഞു വരുന്നത്? മായ അയാൾക്കരികിലേക്ക് ചെന്നിരുന്നു. നമുക്ക് നമ്മുടെ മോളുടെ ഇഷ്ടങ്ങളല്ലേ വലുതുമായ. അതിപ്പോ അപ്പു ആണെങ്കിലും വേറെ ആരാണെങ്കിലും. എന്തായാലും അപ്പുവിനെ കണ്ടിട്ട് ഒക്കെ എല്ലാവർക്കും സന്തോഷം തരുന്നതാണെന്ന് തോന്നുന്നു. എനിക്കും. അവൻ നല്ല സന്തോഷത്തിലാണ്. മായയും അയാളെ ശരിവെക്കും പോലെ സമ്മതിച്ചു. എന്തായാലും നാളെ രാവിലെ ആകട്ടെ. നാളുകൾക്ക് ശേഷം മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വ്യതകൾ അകന്ന പോലെ രണ്ടുപേരും വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. വെളുപ്പിനെ കണ്ണു തുറന്നപ്പോൾ ആദ്യം തേടിയത് അപ്പുവിനെ ആയിരുന്നു. അടുത്ത ആളിൽ നിന്ന് കണ്ടതും അവള് ചാടിപ്പിരണ്ട് എഴുന്നേറ്റു. രാത്രിയിൽ എപ്പോഴും കണ്ണു തുറന്നപ്പോൾ കണ്ടിരുന്നു ചാരിയിരുന്നുറങ്ങുന്ന അപ്പുവിനെ. തലേന്ന് രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചു കയറി. നാണത്തോടൊപ്പം വല്ലാത്തൊരു വെപ്രാളവും വന്നു മൂടി. കുറച്ചു നേരം പിന്നെയും ആ ഓർമ്മകളിൽ തന്നെ കിടന്നു. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഉണർന്ന് ഓരോരോ ജോലികളിലായിരുന്നു. കണ്ണുകൾ തേടിയത് അച്ഛനെയായിരുന്നു. അടുക്കളവാതിലൂടെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് വെച്ചു പിടിച്ചു. തലയിലൊരു തോർത്തും കെട്ടി കയ്യിലിരിക്കുന്ന കത്രിക കൊണ്ട് എന്തൊക്കെയോ വെട്ടിക്കളയുകയാണ്. പാഞ്ഞെടുത്ത വേഗം ഇപ്പൊ എന്തോ തോന്നുന്നില്ല. എന്തു പറയണമെന്നറിയില്ല. ഇത്രയും കാലം അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് നിന്ന് പറയുമ്പോൾ ആകെ ഇരുമൂടി കെട്ടിയ പോലെ തോന്നി. പിന്തിരിഞ്ഞു കിടന്നു. മിത്തു! എന്തോ? തിരിഞ്ഞാ വിളി കേട്ടു. ഇവിടെ വരെ വന്നിട്ട് മോളെന്താ തിരിച്ചു പോകുന്നേ? അത് അച്ഛേ. ഇട്ടിരിക്കുന്ന പാവാടയിൽ തെരി പിടിച്ച് കുളിച്ചിട്ടും വിയർപ്പ് ഓടിക്കുന്ന നെറ്റത്തോടെ നെറ്റിയോടൊക്കെ
അവളുടെ വിഹ്വലത അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മോളിങ്ങി വന്നേ. അവൾ അയാൾക്കരികിലെത്തി. മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉം പറഞ്ഞു. അവളെ പിടിച്ച് പാവലിന്റെ പന്തലിനരികെ കെട്ടിയിട്ടിരുന്ന കുഞ്ഞു സ്കൂളിലെത്തി. അച്ഛേ. അച്ഛ കേൾക്കാണ്. മോള് പറഞ്ഞോ. അച്ഛ ഒരു കാര്യം പറയാനുണ്ട്. അപ്പു ആണോ വിഷയം? അവളൊന്ന് ഞെട്ടി അയാളെ നോക്കി. പറഞ്ഞോ. അപ്പു ആണോ കാരണം? എങ്കിൽ പോരട്ടെ. അയാളൊന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കുഞ്ഞു പാവയ്ക്കകൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അതച്ഛേ, എനിക്ക് അപ്പേട്ടനെ ഇഷ്ടമാണ്. ഏറെ നേരത്തെ പിരിമുറുക്കത്തിനൊടുവിൽ അവള് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അതാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നതുകൊണ്ടാകും അയാളുടെ സന്തോഷം ആ ഒരു മൂളൽ ഒതുങ്ങിപ്പോയത്. അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി. അച്ഛാ, കുറച്ചു മുന്നേ ഇതേ കാര്യം ഒരാൾ വന്ന് ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അവളൊന്ന് കണ്ണു ചെറുക്കി നോക്കി. നിന്റെ അപ്പേട്ടൻ. അവൻ വന്ന് എന്നോടും അവന്റെ മായമ്മയോടും ചോദിച്ചു പോയതേ ഉള്ളൂന്ന്. മനസ്സിലായോ? മിത്തു ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അതെ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോടാ. ചിരിച്ചുകൊണ്ട് തന്റെ മുഖം നോക്കി നിൽക്കുന്നവളുടെ കവിളിലും തട്ടിയാൽ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. അച്ഛ പണ്ടും ഇങ്ങനെയാണ്. അധികം ബഹളങ്ങളോ ഓവർ എക്സൈറ്റ്മെന്റോ ഒന്നുമില്ല. എന്ത് കാര്യവും വളരെ സിമ്പിളായി പറഞ്ഞിട്ട് പോകും. അടുക്കളയിൽ കയറുമ്പോ മായമ്മയും അച്ഛമ്മയും ഉണ്ടായിരുന്നോടെ നെറുകിൽ കിട്ടിയ ഉമ്മയും തോളിൽ കിട്ടിയ കുഞ്ഞൊരടിയുമാണ് അവരുടെ സ്നേഹം കാട്ടിയത്. എന്തോ രണ്ടുപേരെയും നോക്കാൻ ഒരു ചമ്മൽ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പതിയെ പുറത്തേക്ക് വലിഞ്ഞതും കൃത്യമായി ആളിനെ പൊക്കിക്കൊണ്ടുപോയി. ഇടുപ്പിൽ പിടിച്ചു കൂടിക്കൊണ്ട് പോക്ക് ചെന്ന് നിന്നത് തന്റെ മുറിയിലാണ്. അപ്പേട്ടാ, തോളിൽ ഒരു അടിയും നൽകി പിന്നിലേക്ക് മാറി നിന്നു. എന്തിനടി എന്നെ തല്ലിയെ? അടി കെട്ടിയ കൈയൊന്നൊഴിഞ്ഞവൻ അവൾ ചോദിച്ചു. അഹങ്കാരം കാണിച്ചിട്ട് തല്ലിയത് എന്തിനാണെന്നോ? എളിയിൽ കൈയും കൊടുത്തവൾ അവന് മുന്നിലേക്ക് കയറി നിന്നു. അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് എത്തി. പറയാനുള്ളതൊക്കെ അപ്പേട്ടൻ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അടുത്തേക്ക് ഇത്രയും വന്ന് ഒട്ടി നിൽക്കണ്ട. തന്നിലേക്ക് ചാരൻ വന്നവളെ അതുപോലെ പിടിച്ചു നിർത്തിയവൾ ചിരിച്ചു. അതെന്താ ഒട്ടിയാൽ? ഇന്നലെ മൊത്തം നീ എന്നെ ഉടുമ്പ് പിടിക്കും പോലെ ഇറുക്കി പിടിച്ചേക്കുമായിരുന്നല്ലോ. അത് ഞാനല്ലേ, എനിക്കെന്തും പറ്റും. പക്ഷെ അപ്പേണ്ണ അതുപോലൊന്നും വേണ്ട. എന്തോ? എങ്ങനെ? അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് നെറ്റിയിൽ നെറ്റികൊണ്ട് കുഞ്ഞൊരു തട്ടു കൊടുത്തു. ആവൂ! അവൾ ആ നെറ്റി ഒഴിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അച്ചോടാ, നൊന്തോ കുഞ്ഞാവയ്ക്ക്? അവൻ അവളുടെ നെറ്റിയിലൊന്ന് തടവി കവള് വലിച്ചു വിട്ടു. ഒപ്പേട്ടോ! അവൾ അവന്റെ കൈ തട്ടിമാറ്റി കൈപ്പിടിയിൽ നിന്നും ഒന്ന് കുതറി. അടങ്ങി നിൽക്കടി. ഒന്നുകൂടെ പിടിമുറുക്കിയവൻ അവനെ പിടിച്ച് നേരെ നിർത്തി. അപ്പേട്ടാ, വിടുന്നുണ്ടോ? ഇല്ലല്ലോ. മൂക്കിൻ തുമ്പുകൊണ്ട് കവിളും ചെവിയും ഒന്ന് തൊട്ടുഴിഞ്ഞവൻ പോയി. തള്ളി നീക്കാനായി ഉയർത്തിയ കൈകൾ അവന്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ അത് നെഞ്ചിൽ കൊടുത്തു. എന്റെ പൂച്ചക്കുട്ടി. നെറ്റിയിൽ നിന്ന് ചുംബിച്ച് ഇടത് കൈയിൽ ഒതുക്കി പിടിച്ചവൻ. അമ്മൂട്ടാ, അമ്മൂട്ടാ. മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ എല്ലാരും നാട്ടിലെത്തും കേട്ടോ. അവള് തല ഉയർത്തി അവനെ നോക്കി. ഞാൻ ഇന്നലെ രാത്രി തന്നെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു. ടിക്കറ്റ് കിട്ടേണ്ട താമസം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മുടെ കല്യാണം വേഗത്തിൽ കാണും. അയ്യോ അപ്പേട്ടാ, എന്റെ പഠിത്തം, എക്സാം. ഇനിയിപ്പോ 2 മാസം കൂടി അല്ലേ ഉള്ളൂ എക്സാമിന്. കല്യാണം കഴിഞ്ഞാലും എക്സാം എഴുതാലോടാ. അപ്പോ അവളെ അനുനയിപ്പിക്കും പോലെ മെല്ലെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അങ്ങതുപോലെ നിന്നു. അമ്മൂട്ടാ, എടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇപ്പൊ അവര് വരുമ്പോ കല്യാണം നടന്നില്ല, പിന്നെ 6-7 മാസം കഴിയും കല്യാണത്തിന്. എന്നാൽ അതുപോരെ, അതാകുമ്പോ എന്റെ എക്സാമും കഴിയുമല്ലോ. എടി പുല്ലേ, ഓൾറെഡി നീ എന്നെ 5-6 കൊല്ലം വെയിറ്റ് ചെയ്യിച്ചു. ഇനി നിനക്ക് 6 മാസം കൂടി വേണോടി? ചുറ്റി പിടിച്ചിരുന്ന കൈ സ്വതന്ത്രമാക്കി അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയാണ് ചോദ്യം. ഇത്രയും കാത്തിരുന്നില്ലേ? അപ്പൊ ഒരു 6 മാസം കൂടെ പറ്റും. അല്ലേ തന്നെ 6 മാസമൊക്കെ എന്റെ അപ്പേനൊരു വിഷയാണോ? അവന്റെ ആ ദേഷ്യം ആസ്വദിച്ചുകൊണ്ട് മിത്തു പിന്നിലെ ടേബിളിൽ ചാരി നിന്നു. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി ഈ തവണ അപ്പുവിന് ദേഷ്യം കൂട്ടുകയാണ് ചെയ്ത്. ദേ അമ്മൂട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. അമ്മ മുഹൂർത്തം എടുത്തോണ്ട് വരുമ്പം എക്സാം, പഠിത്തം എന്നെങ്ങാനും പറഞ്ഞത് നീട്ടാൻ നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പുരികെ ഒന്ന് പൊക്കി അവൾ അരികിലേക്ക് ചെന്നു. അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. ചാടിത്തുള്ളിയവൻ പുറത്തേക്ക് നടന്നു. പിന്നെ തിരിച്ച് അതുപോലെ വന്നു. അമ്മു, ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഡേറ്റ് നീക്കി വെക്കാനൊന്നും നീയായിട്ട് ആരോടും പറയണ്ട.
പ്രത്യേകിച്ച് നിന്റെ അച്ഛനോട്. മോൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനിരിക്കോ പുള്ളി അതുപോലെ ചെയ്യാൻ. അവൻ എന്തൊക്കെയോ ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് തള്ളി പിടിച്ചുപോയി. ഇതിപ്പോ ഇത്രയും ദേഷ്യം വരാൻ ഇവിടെ എന്തുണ്ടായി? അമ്മു സ്വയം ചിരിച്ചുകൊണ്ട് ബുക്സ് എടുക്കാൻ തുടങ്ങിയതും സഹ്യ മുറിയിലേക്ക് ഓടിക്കേറി വന്നതും ഒത്തിരുന്നു. ഇപ്പൊ പോയ അങ്ങേരെന്തിനാ നിന്നോട് ദേഷ്യപ്പെട്ടത്? ബുക്ക് അടുക്കിക്കൊണ്ടിരുന്ന അമ്മുവിനെ ഒറ്റ പിഴയിൽ തിരിച്ചുകൊണ്ടായിരുന്നു ചോദ്യം. അത് നിനക്കങ്ങ് ചോദിച്ചുകൂടായിരുന്നോ? ദേ പെണ്ണെ, അല്ലേ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അതിന്റെ കൂടെ ഇവിടുത്തെ കഥകളി. നിനക്കിപ്പോ ദേഷ്യം വരാൻ ഇവിടെ എന്തുണ്ടായി പെണ്ണെ? വളരെ ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ചോദ്യങ്ങളെ സഹ്യ പിടിച്ചു നിർത്തി. രാവിലെ നിന്റെ തലയിൽ വല്ല തേങ്ങയും വീണോ മിത്തു? മിത്തുവിനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ടായിരുന്നു ആ ചോദ്യം. നിനക്ക് എന്താ വച്ചേ? വന്ന് കേറിയ മുതൽ തലയും വാലും ഇല്ലാതെയാണല്ലോ ഓരോരോ ചോദ്യങ്ങൾ. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് ഇന്ന് വരെ ഇല്ലാത്ത എന്തൊക്കെയോ മാറ്റങ്ങൾ. സാധാരണ ഞാനും അപ്പേണ്ണും തല്ലുണ്ടാക്കിയാൽ എന്നെ ഉപദേശം കൊണ്ട് മൂടുന്നവളാണ് നീ. നീ ഇന്ന് കാര്യം തിരക്കാൻ പറയുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താടി സംഭവം? നീ ശരിക്കും ഇൻഡിഫറന്റ് ആയിട്ടാണ് അമ്മ ബിഹേവ് ചെയ്യുന്നേ. എന്താ പറ്റിയേ? അതോ, അതുണ്ടല്ലോ. അമ്മു കൊഞ്ചിക്കൊണ്ട് സഹിയുടെ കഴുത്തിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് അവളെ തന്റെ നേർക്കാക്കിയതും കാറ്റുപോലെ എന്തോ വന്ന് അമ്മുവിനെ തന്റെ നെഞ്ചിലേക്ക് പിടിച്ചിട്ട് കവിളിൽ അമർത്തിക്കടിച്ചു. വേദനയിൽ അവൾ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയതും അവിടെ തന്നെ നാവിൻ തുമ്പിനാൽ ഉമിനീരാക്കി ചുണ്ടുകളിൽ അമർത്തി മുത്തിയവൻ ഇറങ്ങിപ്പോയി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.